അപ്പോൾ പരദേശിക്ക് ശേഷം വരുന്ന സിനിമ വീരപുത്രനാണ്. വീരപുത്രൻ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഒരു ഇതിൽ നിന്നും കുറച്ചുകൂടി ഒരു വളരെ വലിയൊരു ക്യാൻവാസിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഫ്രെയിമിൽ 180 കഥാപാത്രങ്ങൾ ഡയലോഗുകളുണ്ട്. 10,000 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട്. അതെ അതെ. അത് വേണ്ട പോലെ ആ നിലയിൽ ആരും വീക്ഷിച്ചില്ല. ആവശ്യമില്ലാത്ത വിവാദങ്ങൾ കുറെ വന്നു. പിന്നെ തുടക്കത്തിൽ എനിക്ക് തോന്നുന്നു പൃഥ്വിരാജായിരുന്നു അതിലെ നായകനായിട്ട്. പൃഥ്വിരാജ് ആയിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എൻ്റെ സ്വഭാവം ശരിയില്ലാത്തത് കൊണ്ടാണ് അവർക്ക് പറഞ്ഞ ഡേറ്റിന് വരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഞാൻ അവിടെ ഡേറ്റ് മിസ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ മാറ്റാൻ കൂട്ടാക്കില്ല, അങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാവുന്നത്. അല്ലാണ്ട് അവരെ ഒന്നും മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല. നമ്മളും ആവശ്യമില്ലാത്ത ഇതുള്ള ഒരാളാണ് ഞാൻ. സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ എന്താ ചെയ്യുക. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ചിലപ്പോൾ പൃഥ്വിരാജാണെങ്കിൽ കുറച്ചുകൂടി ഈ പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ നാരായണൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ട് ചെയ്തു. അയാളെ കറക്റ്റ് രൂപമുണ്ട്. പലരും പറഞ്ഞു കറക്റ്റ് രൂപമുണ്ട്. പക്ഷെ എന്തോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അയാളൊന്നും കൺസിഡർ ചെയ്തില്ല എന്നുള്ളത് വലിയ സത്യമാണ്. ആ സിനിമയിലെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ കുറേ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചരിത്രം ആസ്പദമാക്കിയിട്ടുള്ള ചരിത്രത്തിൽ ഒരു ഏട് നമ്മൾ സിനിമയായിട്ട് ആവിഷ്കരിക്കുമ്പോൾ ഏത് വലിയ സംവിധായകനാണെങ്കിലും അത് അയാളുടേതായിട്ടുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എത്ര അഡോപ്റ്റേഷൻ എന്ന് പറയുമ്പോഴും അത് അയാളുടേതായിട്ടുള്ളൊരു എസൻസ് അതിനകത്ത് ഉണ്ടായിരിക്കുമല്ലോ. അത് സ്വാഭാവികമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഇപ്പോൾ ഒരാളെ പേരിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ വേലായുധേട്ടൻ ലാഞ്ചി വേലായുധേട്ടൻ സിനിമയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരല്ല ഇട്ടാ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിട്ട അദ്ദേഹത്തിൻ്റെ ജീവിതമായിരിക്കണം അത്, അല്ലെങ്കിൽ അതിനോട് ഇത് ചെയ്യണ ഇതായിരിക്കണം, ഫിക്ഷനാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോകണില്ല. പക്ഷെ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞപ്പോൾ മാറി. മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ തന്നെയാണ്, വേറെ ആളാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് വേറെ കഥാപാത്രം, അത് അദ്ദേഹം തന്നെയാണ്. ഹിസ്റ്ററിയിലൊരു പ്രശ്നം അതുള്ളതാണ്. ആ ഒരു വ്യക്തിയെ നിങ്ങൾ പിൻ പോയിന്റ് ചെയ്യുമ്പോൾ വേറെ കഥാപാത്രമാക്കാം. ഇപ്പോൾ ലാൽ സലാമിലൊക്കെ ആ ഒരു ബുദ്ധിമുട്ടില്ല അവർക്ക്. ടി.വി. തോമസ് എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ വർഗീസ് വൈദ്യൻ എന്നല്ല പറയുന്നത്, വേറെ പേരാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ഞാൻ പറയുന്നത് എല്ലാ പേരുകളും അത് തന്നെയാണ്. ഉണ്ടക്കാക്ക എന്ന് പറഞ്ഞാലും അങ്ങനെ ഓരോ കേമാന്നായിരുന്നു പറഞ്ഞാലും ഒക്കെ ഒരൊറ്റ പേരാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നുള്ള വലിയ വ്യതിയാനങ്ങൾ പറ്റില്ല. മനസ്സിലായ? അതൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അത് പലർക്കും പല രീതിയിൽ വിമർശനങ്ങളുണ്ടാവും. അപ്പോൾ അത് വിമർശനം വന്നത് മരണത്തെക്കുറിച്ചായിരുന്നു. ഇദ്ദേഹം ഭയങ്കര കക്ഷിയാണ്. ഇദ്ദേഹം കൊടുങ്ങല്ലൂർക്കാരനാണ്. ഞാൻ 23-ാം തീയതി അദ്ദേഹത്തിന് അനുസ്മരണത്തിന് പോകുന്നുണ്ട്. മലയാളത്തിൽ അങ്ങനത്തെ അപൂർവം ആളുകളേ ഉള്ളൂ പൊളിറ്റീഷ്യൻസ്. അപൂർവമായുള്ള ആളുകളുണ്ട്, നിരവധി ആളുകൾ. കൃഷ്ണപിള്ള ഉണ്ട്, ഇദ്ദേഹമുണ്ട്. ഇവരൊക്കെ ഒരു ദുരന്ത നായകന്മാരാണ്. നിങ്ങളെപ്പോഴും സിനിമ എടുക്കുക ദുരന്ത നായകന്മാരെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കൃഷ്ണപിള്ള വിളിച്ച് സിനിമ എടുക്കാം, കുന്തക്കാരൻ പത്രോസിനെ കുറിച്ച് സിനിമ എടുക്കാം, മുഹമ്മദ് റഹ്മാനെ കുറിച്ച് സിനിമ എടുക്കാം. അതൊക്കെ വളരെ സിനിമാറ്റിക്കായിട്ട് വരും. കാരണം അത്രയും ദുരന്തങ്ങൾ കടന്നുപോയ കഥാപാത്രങ്ങളാണ്. ഇദ്ദേഹം ഒരു ട്രാജഡിയാണ്. 46-ാമത്തെ വയസ്സിൽ ഈസ് ലെഫ്റ്റ് ദ വേൾഡ്. 9 കൊല്ലം ജയിലിൽ കിടന്നു. എത്ര 23 കൊല്ലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ 9 കൊല്ലം ജയിലിലായിരുന്നു. 27-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. 29-ാമത്തെ വയസ്സിൽ വിവാഹിതനായി. പിന്നെ വിവാഹം കഴിച്ചില്ല. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തതയുള്ള, അത് മുസ്ലിം സമുദായത്തിൽ നിന്നാണ് ആലോചിക്കണം. അവർ വിവാഹം കഴിക്കാൻ നിയമം അനുവദിക്കുന്നതും വേഗം കല്യാണം കഴിക്കുന്നത് സമുദായമാണത്. അതിലൊന്നും അയാൾ കൂട്ടാക്കിയില്ല. ആ സ്ത്രീയുടെ സാരി ജയിലുകളിൽ നിന്ന് ജയിലുകളിലേക്ക് എടുത്ത് കൊണ്ടുപോയി നടന്ന മനുഷ്യനാണ് അദ്ദേഹം. എത്രയോ ആളുകൾ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ നുണ ഒരിക്കലും പറയാത്ത ഒരാളാണ്. നുണ പറയാത്ത ഏക KPCC പ്രസിഡൻ്റാണെന്നാണ് പറയുന്നത്. നുണ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യൻ ഈ വിഭജനത്തെ പൂർണ്ണമായിട്ട് എതിർത്ത ആളാണ്. ഇന്ത്യ പാക് വിഭജനത്തെ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് മരിക്കുന്നത് വരെ, അന്ത്യശ്വാസം വരെ അതിനുവേണ്ടി പോരാടിയ ആളാണ്. അതിലും വലിയൊരു കഥാപാത്രമാണ് മലയാളത്തിലുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചരിത്രത്തിലൊരു കഥാപാത്രം നമ്മൾ എടുക്കുന്നു.
ഈ പറഞ്ഞ ക്ലൈമാക്സിലാണ് ഇപ്പോൾ താങ്കളുടെ സിനിമയിലും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ പലപ്പോഴും ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതിൽ ഒടുക്കത്തിൻ്റെ പേരിലാണ് പലപ്പോഴും തർക്കങ്ങളും വാദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ പഴശ്ശിരാജ എന്നുള്ള വളരെ വലിയൊരു സിനിമ MT എടുത്തു. അപ്പോൾ ആദ്യത്തെ പഴശ്ശിരാജയിൽ നമ്മളെല്ലാവരും കേട്ട പഴശ്ശിരാജയിൽ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജ ആത്മഹത്യ ചെയ്യുന്നതെന്നാണ്. പക്ഷേ ഈ സിനിമയിൽ കുറച്ചുകൂടി ഹീറോയിക് പരിവേഷമുള്ള പഴശ്ശിരാജയാണ്. അപ്പോൾ അതുകൊണ്ട് വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്യാതെ സ്വയം വാളിന് കുത്തിമരിക്കുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള തർക്കങ്ങൾ, ഇപ്പോൾ P. കൃഷ്ണപിള്ളയെ പറ്റിയിട്ടൊരു സിനിമ എടുക്കുമ്പോൾ അദ്ദേഹം പാമ്പ് കടിച്ച് മരിച്ചു എന്നാണ് നമ്മൾ ഇത്ര നാൾ കേട്ടിട്ടുള്ള ചരിത്രത്തിൽ അറിഞ്ഞിട്ടുള്ള കഥ. വിഷം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ എല്ലാ കാലത്തും മുഹമ്മദ് റഹ്മാൻ്റെ ഇതിൽ 2 വേർഷൻ അതാണ്. 2 വേർഷൻ എന്ന് പറയുമ്പോൾ ഇത് ഈ സിനിമ ഇറങ്ങിയ അവസരത്തിൽ ആര്യാടൻ മുഹമ്മദിനെ കണ്ടിരുന്നു. ആര്യാടൻ മുഹമ്മദ് എന്നോട് സുഖാര്യത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, നീ ചെയ്തതാണ് ശരി. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്ത്? അല്ല, അദ്ദേഹത്തെ കൊന്നതാണെന്നാണ് NP മുഹമ്മദ് എന്നോട് പറഞ്ഞത്. NP മുഹമ്മദ് എന്ന് പറയുന്നത് പ്രസിദ്ധ എഴുത്തുകാരനും ഒക്കെയാണ്. അദ്ദേഹം ആണ് ഈ അറബിപ്പൊന്നൊക്കെ എഴുതുക മാത്രമല്ല ഈ നോവൽ എഴുതിയല്ലോ അദ്ദേഹമാണ്. മുഹമ്മദ് റഹ്മാൻ എന്ന് പറഞ്ഞ നോവൽ എഴുതി ആ നോവലെടുത്ത് അതിലൊരു കഥാപാത്രമാണ് ഒടയത്തിൽ. ആ ഒടയത്തിൽ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടാണ് ആ നോവൽ ഞാൻ വാങ്ങിച്ചത് തന്നെ. അപ്പോൾ അത് മരണമാണ് എൻ്റെ സങ്കല്പത്തിൽ. മരണം ഇദ്ദേഹത്തെ പിന്തുടരുന്നു എന്നാണ് ഞാൻ കാണിച്ചത്. അതെനിക്ക് കൺവിൻസ് ചെയ്തിട്ട് പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ പരാജയം. ഒരു മരണത്തെ റെപ്രസെൻ്റ് ചെയ്യാണ് ഒരു കഥാപാത്രം, അത് യഥാർത്ഥ കഥാപാത്രമല്ല. അയാളെ ഒരു തീവ്ര പാകിസ്ഥാൻവാദിയായിട്ട് ചിത്രീകരിക്കും. ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ കൊല്ലാൻ നടക്കുന്ന പോലെയാണ് സിനിമയിൽ കാണുന്നത്. അത് മരണമാണ് എന്നാണ് ഞാൻ സങ്കല്പിച്ചത്. NP മുഹമ്മദ് എന്താ സങ്കല്പിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനത് മരണമായിട്ടാണ് NP സങ്കല്പിച്ചതെന്നുള്ള നിലയിലാണ് ഞാനെടുത്തത്. അത് ആൾക്കാർക്ക് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളിലേക്ക് ഒക്കെ പോകുമ്പോൾ ഈ നമ്മൾ ചരിത്രം ഞാൻ ആ മരണത്തെക്കുറിച്ചിട്ട് ഇത്രയും വലിയ ഇതുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ ആ വീട്ടിൽ ഞാൻ പോയി ഷൂട്ട് ചെയ്തു. ഇയാൾ ലാസ്റ്റ് ചായ കുടിച്ച് ആ വീട്ടിൽ ചെന്നപ്പോഴാണ് അവിടെ ഉള്ളവരൊക്കെ ആ നാട്ടിലുള്ള ആളുകളൊക്കെ വന്നിട്ട് പറയുന്നത് ഇങ്ങനെ വിഷയമുണ്ടെന്നുണ്ട്. നമുക്കറിയില്ല, പ്രൊഡക്ഷൻ പിള്ളേരാണ് പറഞ്ഞത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വേർഷൻ ഉണ്ട്. പക്ഷെ മൊയ്തു മൗലവി, M. റഷീദിനെ പോലുള്ള ആളുകൾ മുഴുവൻ അത് തെറ്റാണ്. M. കാരശ്ശേരി ഇവരൊക്കെ ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലത്തല്ല അയാൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദുർമരണമാണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള വലിയ വ്യാപ്തിയുള്ള ഒരു സന്നാഹങ്ങളൊക്കെ അന്ന് അവിടെ ഉണ്ടായിരുന്നു. അത്രയും ഇതിൽ നിൽക്കുന്ന ഒരാളാണ് അല്ല എന്നാണ്. M. ഗംഗാധരൻ, MGS നാരായണൻ, NP മുഹമ്മദ് ഇവരൊക്കെ അതൊരു ദുർമരണമാണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ 2 ഗ്രൂപ്പുണ്ട് അതിൽ. അതാണ് ആ വിഷയത്തിൽ ഞാനിത് 2ലും പെട്ടിട്ടല്ല ചെയ്തത്. പക്ഷെ അതിൻ്റെ എല്ലാ ഇതും ഏൽക്കേണ്ടി വന്നത് എനിക്കാണ്. അതൊന്നും യാതൊരു കുഴപ്പമുള്ളതല്ല. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ചരിത്രത്തിൻ്റെ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അല്ല, ചരിത്രത്തിന് വേറെ സിനിമയല്ല. മലയാള സിനിമയിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു സിനിമയല്ല മലബാറിലെ. ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മലബാറിലാണ് കാര്യമായിട്ടുണ്ടായത്. ട്രാവൻകൂറിൽ ഉണ്ടായെങ്കിൽ പോലും അത് അവിടെ രാജഭരണമായിരുന്നു. മലബാറിലാണ് നാഷണൽ മൂവ്മെൻറ്റ് ഉള്ളത്. മലബാറിലെ നാഷണൽ മൂവ്മെൻറ്റിനെ കുറിച്ച് സിനിമയല്ല. 1921 ആണുള്ളത്. അത് മലബാർ കലാപത്തെക്കുറിച്ചിട്ടാണ്. നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗം തന്നെ ചെറിയതാണ്. ഇത് ടോട്ടൽ നാഷണൽ മൂവ്മെൻറ്റിനെ കുറിച്ചുള്ള ഏക സിനിമയാണ് അത് വേണ്ടത്ര സ്വീകരിക്കപ്പെടാൻ ആ സമയത്ത് ഈ പറഞ്ഞ വിവാദങ്ങളും ഇതൊക്കെ ആയിട്ട് ചിലത് അങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണ്. പിന്നെ അതിലൊരു ഈ പല സൂപ്പർ സ്റ്റാറുകളും വന്ന ഇതായിരുന്നു. പലരും ആഗ്രഹിച്ചിരുന്നതിൽ അഭിനയിക്കാറൊക്കെ, അതൊന്നും നടന്നില്ല. അങ്ങനെയൊക്കെ പോയി. അതിലെയും ഈ പറഞ്ഞ പോലെ തന്നെ പാട്ടുകൾ വലിയ ഹിറ്റായിരുന്നു. കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും ശ്രേയ ഘോഷാൽ പോലെയുള്ള ഒരു വലിയ സിംഗർ, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സിംഗർ, രമേശ് നാരായണൻ്റെ വളരെ മനോഹരമായിട്ടുള്ള സംഗീതം, റഫീഖ് അഹമ്മദ് തന്നെ, ആ ടീം തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ആ പാട്ടിൻ്റെയൊക്കെ ഒരു പിറവിയുടെ ഓർമ്മകൾ. കണ്ണോട് കണ്ണാരം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ആ പാട്ടിനെ കുറിച്ച് വലിയ വിമർശനം അതാണ്. ഇയാളെ പോലത്തെ ഒരാൾ അത്തരത്തിലുള്ളൊരു പാട്ട് ജീവിതത്തിൽ ചെയ്യുമോ? അപ്പോൾ പാട്ടും
ഒരു റേഡിയോ ഒരു മൈക്രോഫോണിൽ വരുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ. നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ഒരു പിന്നെ എന്താ പറയുക ഇതില്ലേ ഡിസ്കിൽ ഡിസ്കിൽ വരുന്നതായിട്ടാണ്. ഈ ഇപ്പം നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള സമരനായകന്മാരെല്ലാവരും ഈ തരളിത വികാരങ്ങളൊന്നും ഇല്ലാത്തവരും വളരെ അത് ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം സാരിയുമായിട്ട് നടന്നത്, എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല, അത്ര ഗാഢമായ പ്രണയം ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സീന് വെച്ചത്. അതും ഒരു ജീവിതത്തിൻ്റെ, ഇയാൾ പാട്ട് കേൾക്കുന്ന ആളാണ്, പാട്ടിനോട് താല്പര്യമുള്ള, ആ പാട്ട് എവിടുന്നോ ഒഴുകി വരുന്നതായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ ലൈഫിൻ്റെ ചില സ്കെച്ചസ് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും ജീവിതത്തിൽ നിന്ന് വേറിട്ടിട്ടല്ല. പക്ഷേ വലിയ നിലയിൽ നിങ്ങൾ പറഞ്ഞ അതേപോലെ തന്നെ വീരപുരുഷന്മാര് അങ്ങനെ പ്രേമിക്കാൻ പാടില്ല. അതൊരു തെറ്റായ ഒരു ധാരണയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ പ്രേമിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു വീരപുരുഷനാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഇതാണെന്ന് കേട്ടോ, വളരെ സീരിയസ് ആയിട്ട് നിങ്ങളും ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ മാറില്ലേ? എല്ലാ മനുഷ്യരും മാറും. മുഹമ്മദ് റഹ്മാനല്ല, EMS അല്ല, ആരായാലും അവനാൻ്റെ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടാവില്ല എല്ലാ മനുഷ്യനും. ആ മാറ്റം നമ്മളെ കാണിക്കുകയോ ഇല്ല. അപ്പോൾ അവിടെ എനിക്ക് എൻട്രി ചെയ്യാനുള്ള അവകാശമുണ്ട് എസ് എ മേക്കർ. അതാണ് ഞാൻ കാണിച്ചത്. റിമാസന്നെ ആയിരുന്നു അല്ലേ നായിക. അപ്പോൾ ഒരു പുറത്തു നിന്നുള്ള ഒരു ആക്ട്രസ്, ഇപ്പോൾ ഒരു മലയാളം അത്ര അറിയാത്ത ഒരാൾ, ആൾക്ക് ഡബ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നു, അതൊരു പരിമിതിയായിട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പം അങ്ങനെയുള്ളൊരു എനിക്ക് ആദ്യം അവരെടുത്തെങ്കിൽ പോലും പരിമിതിയൊന്നും തോന്നിയില്ല. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഡബ് ചെയ്തിട്ടൊക്കെ ശരിയാക്കാവുന്നതാണ്. ഇപ്പോൾ ഷേത ഡബ് ചെയ്തല്ല, അത് ഷേത ഡബ് രണ്ടാളാ ഷേതക്ക് ഡബ് ചെയ്ത്, സീനത്തും അഫ്സത്തും. അവാർഡ് കിട്ടിയത് യങ്സ്റ്ററിൻ്റെ ഭാഗത്ത് സീനത്തും, എൽഡർ ഏജിൽ അഫ്സത്തും. ആ ഭയങ്കരമായിട്ട് അങ്ങോട്ട് മാറ്റിയില്ല ക്യാരക്ടറിനെ. സീനത്ത് ഒരു ആക്ട്രസ് എന്നുള്ളതിനപ്പുറത്ത് വളരെ നല്ലൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണെന്ന് കൂടി പ്രൂവ് ചെയ്തൊരു സിനിമയായിരുന്നു. ഒരു മോഡുലേഷനും മലബാറിൻ്റെ ഒരു വികാരങ്ങളും അതിൻ്റെ ഒരു സ്വത്വബോധം ഒക്കെ കറക്റ്റായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഡബ് ചെയ്ത ഒരു സിനിമ കൂടിയായിരുന്നു. ഈ വീരപുത്രൻ കഴിഞ്ഞ് പിന്നീട് വീരപുത്രനിൽ വേറൊരു പാട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ആര് മരിച്ചാലും അതാണ് ഉപയോഗിക്കുന്നത്. ഇന്നീ കടലുകൾ രാവുകൾ തിരകൾ നിന്നപദാനം പാടുന്നു അല്ലേ, അങ്ങനെയല്ലേ? അതെ 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 അതെ. ആ പാട്ട് കണ്ടമാന ആൾ മരിച്ചപ്പോഴൊക്കെ, ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴൊക്കെ ഇടുന്നുണ്ട് ആളുകൾ, US മരിച്ചപ്പോഴും ഇട്ട്, എല്ലാവരും ആ സാധനം ഇടുന്നുണ്ട്. അത് ഗംഭീര പാട്ടായിട്ടേക്ക് തോന്നിയത്. അത് റഫീഖ്, അതൊരു മാന്ത്രിക പാനയിൽ വിരിയുന്ന മുഹമ്മദ് റഹ്മാനെ കുറിച്ച് എഴുതിയ കവിതയാണ്. നല്ല പാട്ടാണ് അത്. ഈ ONV ഒരിക്കൽ പറഞ്ഞ പോലെ ഈ പാട്ടും കവിതയും തമ്മിലുള്ള ഒരു അതിർവരമ്പ് വളരെ നേർത്തതും ലോലവുമാണെന്ന് പറഞ്ഞ പോലെ അത് വേണ്ടത്ര കണ്ട് ഇതായില്ല. ഇപ്പോൾ ആളുകൾ ഇങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ഗംഭീരമായിട്ടൊരു ഇതിൽ ഇപ്പോൾ ഈ ശേഖോഷാൽ പാടിയ പാട്ട് പോലെ ഒന്നും അത് വന്നില്ല. ഗംഭീര പാട്ടാണ്. പക്ഷെ ചില സിനിമകൾ പോലെ ചില പാട്ടുകളും കുറച്ചു കാലം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ആവിഷ്കാരം ഒരു പുതിയ തലമുറ ആയിരിക്കും അത് ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവുക.